എവ്രി വൺ വെൽക്കം ടു മൈ നെക്സ്റ്റ് വ്ളോഗ്. കുറേ ദിവസമായി വ്ളോഗൊക്കെ ഒന്ന് എടുത്തിട്ട് അപ്പോൾ ഇന്നൊരു വാക്കിന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വാക്കിന് പോകുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഒരു വ്ളോഗും കൂടെ എടുത്താലോ. ഞാൻ തന്നെയാണ് പോകുന്നത്. ഹ്യൂഗോ ഉള്ളപ്പോൾ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞാൻ തന്നെയാണ് പോകുന്നത്. കുറച്ച് നടക്കാനുമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഹ്യൂഗോ ബേബി എടുത്ത് ഒരു ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു വാക്കിന് പോവാം. ഇന്ന് ഒക്ടോബർ 4 ഒരു സാറ്റർഡേ ആണ്. അപ്പം ഞാനിപ്പോൾ പോകാൻ പോകുന്നത് ഒരു 5 മണി കഴിഞ്ഞപ്പോഴാണ്, ഈവനിങ് 5 o'clock കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടായിരുന്നു. 27 ഡിഗ്രി എങ്ങാണ്ട, 27 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇപ്പം നല്ല ചൂടറിയാൻ പറ്റും. അപ്പോൾ ഞാനൊരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പോകാൻ തുടങ്ങിയത്. അധികം കളേഴ്സൊന്നും ചേഞ്ച് ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. കണ്ടോ, അവിടെ ഹാലോവിന് വരെ ഡെക്കറേഷൻസ് ആൾക്കാർ ചെയ്തു തുടങ്ങി. ബിക്കോസ് ഒക്ടോബർ 30 ഹാലോവിൻ ഡേ ഒക്കെ വരുന്നത്. ഇപ്പോഴത്തെ വെതർ കാരണമാണോ ഇനി കളർ മാറുന്നില്ലേ, ഒരു ഐഡിയ ഇല്ല എന്താണെന്ന്. അപ്പം ഞാൻ നടന്ന് പോയപ്പോൾ ചില ട്രീസൊക്കെ, മേപ്പിൾ ട്രീ ഒക്കെ ചിലത് മാത്രം എന്തേ അവിടെ കണ്ടില്ലേ, കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ആയി വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു മഞ്ഞയും റെഡും ഓറഞ്ചും ഒന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഇപ്പോഴും പലതും ഗ്രീനായിട്ട് തന്നെ ഇരിക്കുന്നത്. താഴെ ഉണങ്ങിയ പോലെ കുറേ ഇലകൾ കിടക്കുന്നുമുണ്ട്. സോ ഇപ്രാവശ്യത്തെ ഫോൾ ഇങ്ങനെ ആയിരിക്കുമോ അതോ ഇനി വരാനുണ്ടോ എന്നൊരു ഐഡിയ ഇല്ല. ബിക്കോസ് ഇപ്പോഴും നല്ല ചൂടാണ്. സാധാരണ ഒക്ടോബറൊക്കെ ആകുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ ആവേണ്ടതാണ്, ഒരു സ്വെറ്ററൊക്കെ ഇടേണ്ട സമയമാണ്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ ഷോർട്ട്സ് ഇട്ടാണ് നടക്കുന്നത്, ബിക്കോസ് അത്ര ചൂടുണ്ട്. പിന്നെ ഡിപ്പെൻസാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ തണുപ്പുണ്ട്, ഡിപ്പാവും ടെമ്പറേച്ചർ. ചില ദിവസങ്ങളിൽ നല്ല ചൂടുമുണ്ട്. അപ്പോൾ നമുക്കൊന്നും പ്രഡിക്റ്റബിൾ അല്ല. അപ്പം മേ ബി സൂൺ നമുക്കൊരു നല്ലൊരു ഫോൾ കാണാൻ പറ്റുമായിരിക്കും. സോ ഇപ്പം നിങ്ങൾ കാണുന്നത് ചില മരങ്ങളിലൊക്കെ കളർ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ഞാനത് ഇച്ചിരി സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. റെഡ് കളേഴ്സൊക്കെ വരുന്നു. അത് കംപ്ലീറ്റ് അല്ല. അപ്പം മേ ബി നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കളേഴ്സൊക്കെ നമുക്ക് കാണാമായിരിക്കും. ഈ ഒരു സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു. ഈ ഒരു സ്ഥലത്ത് കുറച്ചധികം ഇലകൾ ഇങ്ങനെ താഴെ കിടക്കുന്നുണ്ട്. മേപ്പിൾ ലീവ്സാണ് കൂടുതൽ ഇങ്ങനെ താഴെ, പല കളേഴ്സൊക്കെ ചേഞ്ചായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. പലതരം മേപ്പിൾ ട്രീസ് ഉണ്ട്. ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ദ മേപ്പിൾ ട്രീ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ള. റെഡ് മേപ്പിൾ ഉണ്ട്, ഷുഗർ മേപ്പിൾ ട്രീ ഉണ്ട്, അങ്ങനെ പലതരം മേപ്പിൾ ട്രീസ് ഉണ്ട്. അതനുസരിച്ച് പല കളേഴ്സ് മാറും. ഈ ഒരു ഭാഗം കാണാൻ നല്ല രസമല്ല. ഇവിടെ ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ ഇട്ട്, തംബ്നെയിലിട്ടിരിക്കുന്ന പിക്ചറൊക്കെ ഇവിടെ നിന്ന് എടുത്താൽ കേട്ടോ. ഞാൻ ഒരു ട്രൈപോഡ് എൻ്റെ കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നല്ലൊരു വെയിലും ആ കളേഴ്സൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട്. അധികം ആരും ഉണ്ടായിരുന്നില്ല ഒരു ഏരിയയിൽ, അതുകൊണ്ട് എനിക്ക് ഇച്ചിരി പ്രൈവസിയും ഉണ്ടായിരുന്നു. പിന്നെ ഫോണിലൊക്കെ നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ ഒരു സ്ഥിരം ഏർപ്പാടാണ്. അങ്ങനെ നടന്ന് എൻ്റെ ഫേവറേറ്റ് സ്ഥലമായിട്ടുള്ള ആ റിവറിൻ്റെ അടുത്തെത്തി. ഞാൻ മിക്കവാറും നടന്നു പോകുമ്പം ഈ ഒരു റിവറിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഈ സൈഡ് എന്ന് പറഞ്ഞാൽ പാർക്കിൻ്റെ ഏരിയ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ തിയേറ്ററും ആൾക്കാർ കളിക്കുന്ന ഏരിയ ആണ്. ഇത് കുറച്ചുകൂടെ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന സ്ഥലത്തൂടെയാണ് ഇന്ന് ഞാൻ പോയത്. ഇവിടെ ആളുകൾ പൊതുവെ കുറച്ചുകൂടെ കുറവായിരിക്കും. അത് കഴിഞ്ഞ് ഇവിടെ കുറേ ബെഞ്ചസ് കാണും. നമുക്കിവിടെ നടക്കാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തിരിക്കാനും നമ്മുടെ വ്യൂ ഒക്കെ കണ്ടിട്ടിരിക്കാനും. വെച്ചാൽ റിവറിൻ്റെ അടുത്താണല്ലോ, അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് വ്യൂ ഒക്കെ കാണാനായിട്ടും റിലാക്സ് ചെയ്യാനും ഒക്കെ നല്ല രസമാണ്. ഞാൻ വന്നപ്പോൾ തന്നെ കുറേ പ്രായമുള്ള ആൾക്കാർ, ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും പിക്നിക്കിന് വരുന്നതും ഫുഡ് കഴിക്കാനും ഒക്കെ വന്നിരിക്കും. ചിലർ ചുമ്മാ ഈവനിങ് വാക്കിനൊക്കെ വരും. ഇതുപോലത്തെ വ്യൂ ആണ് അപ്പുറത്തെ സൈഡിൽ. സോ ഞാൻ നേരത്തെ പറഞ്ഞ തിയേറ്ററിൻ്റെയൊക്കെ സൈഡ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. പിന്നെ ഞാൻ നടന്നൊരു കുട്ടിപ്പാലത്തിൻ്റെ അവിടെ കൂടെയൊക്കെ പോയി. ഇവിടെ കുറേ പേര് കയാക്ക് ചെയ്യും കേട്ടോ, ഈ റിവറിൽ കൂടെ. നല്ല രസമാണ് ഇവിടെ കൂടെ കയാക്ക് ചെയ്യാൻ. പിന്നെ പാഡിൽ ബോട്ടിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാവരും സമ്മർ ഇപ്പോഴും എൻജോയ് ചെയ്യണു. ഇപ്പോഴും സമ്മർ ഫോൾ തുടങ്ങിയെന്ന് പറഞ്ഞാലും ഇന്ന് 27 ഡിഗ്രി ആയിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. സോ ഇപ്പോഴും ആൾക്കാർ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു സമ്മർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യുകയൊന്നും ചെയ്യാറില്ലായിരുന്നു. നൗ ഐ ലവ് മൈ ഓൺ കമ്പനി. എനിക്കിങ്ങനെ ഒരു റിലാക്സേഷൻ ടൈം കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ടൈംസ് ഉണ്ടോ? അതായത് സ്വന്തം കമ്പനി, അതായത് എലോൺ ടൈം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. എനിക്ക് കുറേ പേരുടെ കൂടെ നടക്കാനും ഒക്കെ ഇഷ്ടം. ബട്ട്
ആഴ്ച ഒരു ദിവസമെങ്കിലും എനിക്ക് തന്നെയായിട്ടുള്ളൊരു സമയം വേണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ സെൽഫ് കെയർ ആവാം, നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാവാം, നമ്മൾ തന്നെ ടി വി കാണുന്നതായിരിക്കും. നമുക്ക് ഓൺ ടൈം പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാനവിടെ ഇരുന്ന് കുറച്ച് എന്താ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമായിരുന്നു. എനിക്ക് ഈ ചെറിയ ചെറിയ സൺലൈറ്റ് വരുന്ന സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ഈ കളറിൻ്റെ അവിടെ കൂടെ നമ്മളെ മുഖമൊക്കെ അങ്ങ് തെളിഞ്ഞ് കാണുമല്ലോ. അങ്ങനെ അങ്ങനെ ഞാനവിടെ എൻജോയ് ചെയ്ത് നടന്ന് എൻ്റെ ഓൺ ടൈം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഫോൾ സീസണിൽ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ താഴെ കിടക്കുന്ന ഇല തന്നെ. നമ്മുടെ നാട്ടിലൊക്കെ അമ്മ പറയും ഇവിടെയുണ്ട് കരിയിലകളൊക്കെ കിടക്കുന്നത്, പക്ഷേ അങ്ങനെയല്ല. ഇത് ഈ ഇലകൾക്കൊക്കെ പല കളറായിരിക്കും താഴെ കിടക്കുന്ന, മഞ്ഞ, റെഡ്, അങ്ങനെ പല നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ ഇപ്പം അധികം ഞാൻ പറഞ്ഞില്ലേ ഉണങ്ങി കിടക്കുന്ന ഇലകൾ തന്നെ, കരിയില കിടക്കുന്ന പോലെ തന്നെ എനിക്കും പല സ്ഥലത്തും തോന്നിയത്. സോ ഫോൾ ശരിക്കും ആയിട്ടില്ല. പല സ്ഥലത്തും കളറ് വരാനുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തിരുന്നു. മഴ പെയ്തപ്പോൾ കുറേ ഇല പൊഴിഞ്ഞും പോയി. അപ്പോൾ ഇപ്രാവശ്യത്തെ ഫോളിന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും നമുക്ക് നോക്കാം. പിന്നെ വൈകുന്നേരമായി, സൺസെറ്റ് ആറായപ്പോഴത്തേനും ഡക്കും അതുപോലെ തന്നെ മറ്റേ ക്യാൻഡാഗൂസും അങ്ങനെയുള്ളവരെല്ലാം വീട്ടിലോട്ട് തിരിച്ച് എവിടോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. അവരൊക്കെ എങ്ങോട്ടോ പോകാൻ തുടങ്ങി. സോ ഇപ്പം നിങ്ങൾക്ക് അടുത്ത പാലം, ആ പാലത്തിൽ കൂടെ നടന്ന് പോകുമ്പോഴത്തേനും അവിടെയും നമുക്ക് കാണാം എല്ലാ പക്ഷികളും തിരിച്ചൊക്കെ പോകുന്നു. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ മഞ്ഞ ഇലകൾ, കളർ ഇലകൾ എല്ലാം താഴെ കിടപ്പുണ്ട്. ഫോൾ സീസൺ കുറേ ബെഞ്ചസ് അവിടെയുണ്ട്. ഒത്തിരി പേർക്കൊക്കെ വന്ന് ആർക്ക് വേണേലും വന്നിട്ട് അവിടെ ഇരുന്ന് വ്യൂവും കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് വെള്ളക്കാരുണ്ട്. എസ്പെഷ്യലി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപാട് റിട്ടയർമെൻറ്റ് ഹോംസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രായമായ കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. സോ അവരൊക്കെ ഒരു ഈവനിങ് വാക്കിന് പോകുന്നു, റിലാക്സ് ചെയ്യുന്നു, എന്നിട്ട് വന്നിവിടെ ഇരിക്കുന്നു. എപ്പോഴും നമുക്ക് കാണാം ആരെങ്കിലുമൊക്കെ ആയിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ഥലത്ത് ഇച്ചിരി ആൾക്കാർ കുറവാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലം കാണുന്നില്ലേ, അവിടെയാണ് കുറച്ചുകൂടെ ആൾക്കാരുള്ളത്. നിങ്ങളുടെ ഓൺ ടൗൺ ഹോമിൽ, അതായത് ടൗണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, പോകാൻ എപ്പോഴും ഇഷ്ടമുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിപ്പോൾ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം, അതായത് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു ഇഷ്ടമുള്ള സ്ഥലം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം നേരത്തെ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഈ റിവർ സൈഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഈ റിവർ സൈഡിൻ്റെ അടുത്തൊക്കെ ഈ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ, അത് പ്രത്യേകിച്ച് സമ്മറിലൊക്കെ ആട്ടോ, ചൂടുള്ള സമയത്തൊക്കെ ഈ റിവറിൻ്റെ അടുത്ത് കുറച്ച് ചെറിയ ചെറിയ കൊതുക് പോലത്തെ പ്രാണികൾ ഇങ്ങനെ ഇങ്ങനെ കൂടി 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 ചില സ്ഥലത്തിരിക്കുന്ന കാണാൻ പറ്റും. ചില സമയത്ത് അത് സമ്മറിലൊക്കെ ആയിരിക്കും, റിവറിൻ്റെ അടുത്തുള്ള സ്ഥലത്തായിരിക്കും കൂടുതലും. ഞങ്ങൾ വീട് നോക്കാൻ നേരത്തും ബാക്ക് യാർഡിൽ റിവറുള്ള വീടുകളൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേനും എസ്പെഷ്യലി സമ്മറിൽ ഇങ്ങനത്തെ കുട്ടി കുട്ടി പ്രാണികൾ ഒരുപാട് വരും. അത് കാരണം ഞങ്ങൾ അങ്ങനെ ഓപ്റ്റ് ചെയ്യാതിരുന്നു. ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനൊരു വീട് മേടിക്കണമെന്ന്. പക്ഷേ ഇങ്ങനൊരു ഡ്രോബാക്ക്, നമുക്ക് ഈ പ്രാണികളെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ സമ്മർ നമുക്ക് ബാക്ക് യാർഡ് എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. സോ അത് വൺ ഓഫ് ദ റീസൺ ഞങ്ങളത് ഓപ്റ്റ് ചെയ്യാതിരുന്നത്. പിന്നെ ഈ ഒരു പാലം എൻ്റെ വീഡിയോയിൽ ഒരു 100 വട്ടം കാണിച്ചിട്ടുണ്ടാവും. സൺസെറ്റ് ആവുന്നു. ഇപ്പം എനിക്കൊരു ഐസ്ക്രീമോ മിൽക്ക് ഷേക്കോ കഴിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനങ്ങനെ റോഡെല്ലാം ക്രോസ് ചെയ്തു. അവിടെ കുറേ ആൾക്കാരുള്ള കാരണം ഞാൻ ഫോൺ നേരെ ആക്കിയില്ല. സോ അവർക്കൊരു പ്രൈവസി കൊടുക്കണ്ടേ, എല്ലാവർക്കും വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഇതും എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു റിവർ സൈഡ് ഏരിയയാണ്. പിന്നെ ലൈറ്റ്സും ഡിസ്പ്ലേയും പൂക്കളും ഒക്കെ ആയിട്ട് ടൗൺ നല്ല ക്യൂട്ടായിട്ടിരിപ്പുണ്ട്. രാത്രിയായി, ലൈറ്റ്സ് തെളിഞ്ഞു തുടങ്ങി. പിന്നെ നമുക്ക് അവിടെയുള്ളൊരു ഐസ്ക്രീം കടയിൽ പോവാം. ഇന്ന് ഐസ്ക്രീം കഴിക്കണമെന്ന് ആലോചിച്ചു. ഇവിടുത്തെ ഐസ്ക്രീം ഇച്ചിരി ഫേമസ് ആണ്. പക്ഷേ ഞാനിന്നൊരു മിൽക്ക് ഷേക്ക് കുടിച്ചാലോ എന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റ് ഫ്ലേവറാണ് ചോക്ലേറ്റ്. വേറൊന്നും ഞാൻ കഴിക്കില്ല. ഐസ്ക്രീമും കഴിക്കില്ല, മിൽക്ക് ഷേക്ക് ആണെങ്കിലും കുടിക്കില്ല. വിപ്പിംഗ് ക്രീം ഞാൻ ഇട്ടില്ല. ഓൾറെഡി മിൽക്ക് ഷേക്കിൽ ഒരുപാട് ഷുഗർ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇനി വിപ്പിംഗ് ക്രീമും കൂടെ ഇടണ്ടെന്ന് വിചാരിച്ചാൽ അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കുടിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങിയത്. പതുക്കെ പതുക്കെ അവിടെ കൂടെ നടന്നു. എൻ്റെ ഈ വീഡിയോയുടെ നൈറ്റ് ക്വാളിറ്റി അത്ര ശരിയല്ല, എനിക്ക് ചെക്ക് ചെയ്യണം. അതിൻ്റെ റെസൊല്യൂഷനൊക്കെ ഒന്ന് മാറ്റാനും
ഒക്കെ ആയിട്ട് ഇപ്പോഴും ആൾക്കാർ ഞാനിപ്പം നേരത്തെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നേരത്തെ കണ്ട ഇപ്പം നമ്മൾ ഈ റിവർ കാണുമ്പോഴത്തേനും അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ആയിരുന്നു നമ്മൾ നേരത്തെ നടന്നത്. ഇപ്പം നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നടക്കുന്നത്. ആ നടുക്ക് കാണുന്ന ഭാഗമില്ലേ, അതൊരു ഐലൻഡാണ്. അവിടെ ആൾക്കാരൊക്കെ ഈവനിങ്ങിൽ പോകും. അതുപോലെ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിലും പിക്നിക്ക് പോലെയൊക്കെ ഇരിക്കും. അവിടെ കുറേ ബെഞ്ചസ് ഉണ്ട്. ചിലപ്പം വിൻ്ററിലൊക്കെ അവിടെ കുറേ ലൈറ്റ്സ് ഒക്കെ ഇടുന്നത് പോലെ തന്നെ അല്ലാത്ത എക്സ്ട്രാ സാധനങ്ങളൊക്കെ കാണും. ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഏരിയ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ലൈറ്റും എല്ലാം കാണാനായിട്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ വൈബല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആ വാട്ടറിലെ റിഫ്ലക്ഷൻ വരുന്ന കാണാൻ തന്നെ എന്ത് ഭംഗി. എനിക്ക് കുറച്ച് നേരം അവിടെ നിന്ന് ഞാനതെല്ലാം നോക്കി കുറച്ച് ഫോട്ടോസും എടുത്തു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആ കളറും ചേഞ്ച് ആകുന്നുണ്ട്. പിങ്ക് ആവുന്നുണ്ട്, ബ്ലൂ ആവുന്നുണ്ട്, അതുപോലെ ഗ്രീൻ ആവുന്നുണ്ട്. അങ്ങനെ പല പല കളേഴ്സും ആവുന്നുണ്ട്. അങ്ങനെ നടന്ന് 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 വീട്ടിലേക്ക് നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടു അവിടെ നിങ്ങൾക്ക് പോലീസിൻ്റെ വണ്ടി കാണിച്ചു തരാൻ പറ്റുമോ എന്നറിയില്ല. ഈ വണ്ടി കുറേ നേരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ട് അങ്ങാണ്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനെ മാറ്റാനായിട്ട് ഏതോ ഒരു വണ്ടി വന്ന് ഫ്രണ്ട് നിൽക്കുകയാണ്. ടോ ട്രക്ക് പോലൊരു വണ്ടി വന്ന് ഫ്രണ്ട് നിൽക്കുക. പിന്നെ നമുക്ക് ഈ കാണാൻ പറ്റുന്നതിൽ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ സ്റ്റോപ്പ് സിഗ്നലാണല്ലോ. പിന്നെ പെഡസ്ട്രിയൻസിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു സിഗ്നലുണ്ട്. അപ്പോൾ അത് വൈറ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വൈറ്റ് വരാനായിട്ട് നമുക്ക് ഈ ഒരു ബട്ടണുണ്ട്. ആ ബട്ടണിൽ പ്രസ് ചെയ്യണം. ആ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ നേരെയുള്ള ഇപ്പോൾ റെഡല്ലേ, ആ റെഡ് ഇങ്ങനെ കൈ പോലെ ഇങ്ങനെ ഒരു സാധനം കാണും. അത് വൈറ്റ് ആകുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. പിന്നെ നടന്ന് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റോട്ടറി കോംപ്ലക്സ്. പിന്നെ ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹ്യൂഗോ ബേബിയുടെ ഇൻസ്പെക്ഷൻ തുടങ്ങി. ഹ്യൂഗോ ബേബി മണത്ത് ഞാൻ വേറെ വല്ല പട്ടിയുടെ കൂടെ പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞുള്ള ചെക്കിങ്ങും എല്ലാം അവൻ്റെ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൻ്റെ കുറച്ച് സ്നേഹപ്രകടനങ്ങളും. കുറച്ച് നേരമായില്ല ഞാൻ പോയിട്ട്, 5 മണിക്ക് പോയതാണ്, ഇപ്പോൾ ഓൾമോസ്റ്റ് 8 മണിയായി തിരിച്ചു വന്നപ്പോഴത്തേനും. അപ്പോൾ ഹ്യൂഗോ ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഹ്യൂഗോയുടെ കുറച്ച് പരാതി പറയലും അവൻ്റെ ഇങ്ങനെ കുറേ സ്നേഹപ്രകടനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. ഞാൻ വാക്കിന് പോയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ മിക്കവാറും നെക്സ്റ്റ് വീക്കായിരിക്കും. ഞങ്ങൾ ഫോളിൽ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ കാണാം. ബൈ.